സർ, സിറിയയിൽ യുദ്ധമായി റിബൽസ് ടേക്ക് ഓവർ ചെയ്തു എന്നാണല്ലോ നമ്മളുടെ ന്യൂസ്. പക്ഷെ അതിൽ ആക്ച്വലി ഒന്നും വ്യക്തതയില്ല. എന്താ വെച്ചാൽ ആകെ ക്ലിയർ ആയിട്ടുള്ളത് അസദിൻ്റെ അവസാനം ആയി എന്നുള്ളതാണ്. ഫാമിലി റഷ്യക്ക് പോയി. ഈവൻ അസദിനെ പറ്റിയിട്ട് തന്നെ പറയണത് ഇങ്ങനെ എന്തോ എന്താ പറയുക, സഡൻലി റഡാറിന്ന് മൂപ്പരുടെ എയർപ്ലെയിൻ വാനിഷായി എന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിന് നമ്മൾ നോക്കുമ്പോൾ ഇസ്രയേൽ മാത്രം ഇതിൽ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും കൺഫ്യൂഷനായി. ഇറാനും വാസ് ഓൾസോ സർപ്രൈസ്ഡ്, ടർക്കി വാസ് സർപ്രൈസ്ഡ്, US വാസ് സർപ്രൈസ്ഡ്. പക്ഷേ ഇസ്രയേൽ പറയണത് ഞങ്ങൾ ഇത് കരുതിക്കൂട്ടി തന്നെ ചെയ്തു വെച്ചതിൻ്റെ പ്ലാൻ, ഞങ്ങൾ മാസ്റ്റർ മൈൻഡ് ആണ് എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കിട്ടാനുണ്ടോ എന്നാണ് എൻ്റെ ഒരു മെയിൻ. തെമ്മാടി രാജ്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ നിന്ന് എന്ത് പഠിക്കാനും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയട്ടെ, ഈ അസദ് എന്ന് പറയുന്ന ആളാണ് സിറിയ ഭരിക്കുന്നത് എന്ന് കേരളത്തിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നു? ഇപ്പോൾ അയാൾ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ എല്ലാ പത്രവും കൂടി, എനിക്കറിയില്ല, ഫുൾ പേജൊക്കെയാണ് സിറിയയിൽ അട്ടിമറി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങൾ എഴുതുന്നത്. ഇത് സിറിയയിൽ അട്ടിമറി തുടങ്ങിയിട്ട് നാളെത്രയായി? എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് അവിടെ ആരാ ഭരിക്കുന്നത്? എന്താ, ഈ അസദ് ഭരിക്കുമ്പോൾ പോലും കുറച്ച് സ്ഥലം അസദിൻ്റെ കയ്യിലുണ്ട്, അതിനപ്പുറത്ത് വേറെ കുറച്ച് പേരുണ്ട്. നോർത്ത് വെസ്റ്റിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കുർദിഷ് വിപ്ലവകാരികൾ അവർ, പിന്നെ ഇവർ എന്താ HTS, പിന്നെ സിറിയൻ ഡിഫൻസ് ഫോഴ്സ് SDF. ഇംഗ്ലീഷിലെ ഏതൊക്കെ അക്ഷരങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ കടന്ന് കളിക്കുന്ന ഒരു സ്ഥലമാണ് ആ ഏരിയ. ഏത് സിറിയ മാത്രമല്ല, ലെബനൻ അതുപോലെയാണ്. ഇവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഒരുത്തൻ കയറിയിരിക്കുക, അവനെ വെട്ടിക്കൊന്നിട്ട് അടുത്തവൻ കയറിയിരിക്കുക. അവിടുത്തെ സിറിയയിലെ ഒരു ജയിലിൻ്റെ വീഡിയോ കണ്ട ഒരാളിനോട് പറഞ്ഞു, ആന്തം വിട്ടു പോകുന്നത് ഇത് സിറിയയിലാണോ ഭൂമിയിലാണോ ചന്ദ്രനിലാണോ എന്ന് പോലും തിരിച്ചറിയാൻ, അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ വലിയ പ്രപഞ്ചമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തുന്ന നിഷ്ഠൂരന്മാരായ കുറേ ഭരണാധികാരികളാണ്. അവരവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇന്ത്യക്ക് അതിൽ നിന്നും പഠിക്കാനില്ല, പഠിക്കാൻ പോവുകയും ചെയ്തു. ഒരു ബേസിക് കാര്യം ഞാൻ പറയട്ടെ, ലോകം എന്ന് പറയുന്നത് ശക്തൻ്റെയാണ്, ശക്തിയുള്ളവൻ്റെയാണ് ലോകം. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയല്ലായിരിക്കാം, പക്ഷേ അതാണ് ഇന്ന് വരെ ലോക ചരിത്രം മൊത്തം ശക്തിയുള്ളവൻ്റെതാണ്. ദുർബലന് ചരിത്രമില്ല. അതുകൊണ്ട് അവിടെ അസദിനെ ജൂലാനോ ആരാ പുതിയ ജൂലാൻ ആ കിഴങ്ങൻ വന്ന് അസദിനെ ഓടിച്ചു. അയാൾ നേരത്തെ ഫ്ലൈറ്റ് കയറിയിട്ട് അയാൾ റഷ്യയിലേക്ക് പോയി. എൻ്റെ പുനിയേട്ടാ അവിടെ വലിയ അടിയാണ്, എനിക്ക് അഭയം തരണം. നീ ഇവിടെ താമസിച്ചു. കാരണം റഷ്യയുടെ 60,000 പട്ടാളക്കാർ സിറിയയിലുണ്ട്, റഷ്യക്ക് അവിടെ ഒരു പോർട്ടും ഉണ്ട്. എന്തുകൊണ്ടോ റഷ്യ അസേർട്ട് ചെയ്തില്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. വാസ്തവത്തിൽ റഷ്യയും ഇറാനും ടഫായിട്ട് നിന്നിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഇവർക്ക് ഇത്ര വേഗമൊന്നും കയറി വരാൻ പറ്റില്ല. അവർ എന്തുകൊണ്ടോ അവരൊരു മയപ്പെട്ടു. റഷ്യൻ പോസ്റ്റ് വരെ ഇസ്രയേലിനെ ഏൽപ്പിച്ചിട്ട് പോയി എന്നാ പറയുന്നത്. അതെ, എന്തിനത് ചെയ്തു? സാധാരണഗതിയിൽ അവർ ചെയ്യില്ല. അപ്പോൾ അവരും മനസ്സിൽ എന്തെങ്കിലും കണ്ടു കാണും. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനാണ് പ്രധാനം. മാത്രമല്ല ഈ വന്ന ജൂലാനി കീനി പറഞ്ഞിട്ടുണ്ട്, റഷ്യയെ ഞാൻ തൊടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ ഇൻസ്റ്റലേഷൻ, റഷ്യയുടെ പോർട്ട്, ഇതൊന്നും ഞാൻ തൊടില്ല കേട്ടോ. തൊട്ടാൽ വിവരം അറിയും. ഇവർ തമ്മിൽ നേരത്തെ പറഞ്ഞാണ്, എടാ നീ അവിടെ അലമ്പുണ്ടാക്കുന്നത് ഞാൻ അറിഞ്ഞു, എൻ്റെ കെട്ടിടത്തിന് എങ്ങാനും തീ വെച്ചാൽ നിൻ്റെ പണ്ടാറടക്കം ഞാൻ. ഇല്ല ചേട്ടാ, ഞാൻ ചേട്ടനെ ഒന്നും ചെയ്യില്ല, ഞാൻ അയൽവക്കത്ത് മറ്റേ അസാദിനെ ഞാൻ ഓടിക്കും, അവനെ ഓടിച്ചു, അവനെ ഇങ്ങോട്ട് വിട്ടോ, ഞാൻ നോക്കിക്കോളാം അവനെ. ഇങ്ങനെയൊക്കെയാണ് ഇത് നടക്കുന്നത്. സർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സിറിയ ഇല്ലാതാവാൻ സാധ്യതയുണ്ടോ? ഇപ്പൊ ഇസ്രയേൽ കുറച്ച് ഭാഗം എടുക്കുന്നുണ്ട്, ടർക്കി എടുത്തുകൊണ്ട് പോകും, പിന്നെ എത്രയോ രാജ്യങ്ങൾ ഇല്ലാതായിരിക്കുന്നു. അപ്പൊ ഇപ്പുറത്തെ ഒരു ഗാസ മാതിരി ഒരു സ്ട്രിപ്പായി മാറിയെന്ന് വരും. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പണ്ട് ചെക്കോസ്ലോവാക്യാണ്, ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ ഇല്ല. അതെന്തോ കഷ്ണമായി, 2-3 കഷ്ണമായി. കുറച്ച് ക്രിസ്ത്യാനികൾ കൊണ്ടുപോയി, കുറച്ച് മുസ്ലിങ്ങൾ കൊണ്ടുപോയി, പേര് മാറി ഇതായി. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ ഉണ്ടോ അത്? രാജ്യങ്ങളങ്ങനെ അപ്രത്യക്ഷമാകും. അപ്പോൾ ബംഗ്ലാദേശ് അഡ്രസ്സില്ലാതെ പോകും. ബംഗ്ലാദേശ് എന്നുള്ള പേരേ ഉള്ളൂ.
അവിടെ ആരാണ് തമ്പുരാൻ എന്ന് ആർക്കും അറിയാമില്ല. ഈ മുഹമ്മദ് യൂനിസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അയാൾ വെറുതെ കോട്ടുവിട്ട് നടക്കുക. വയസ്സായതുകൊണ്ട് ആരും തല്ലിക്കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ, കളവനല്ല എന്ന് വിചാരിച്ചിട്ട്. അതല്ലാതെ അയാൾക്കൊരു പവറും ഇല്ല. അവിടെ ശുദ്ധ അരാജകത്വമാണ് അവിടെ. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് സിറിയ. എനിക്കിത് യാതൊരു അത്ഭുതവുമില്ല, ഇതിൽ നിന്നും പഠിക്കാനുമില്ല. ആകെ ബേസിക് പോയിന്റ് ഞാൻ പറഞ്ഞത്, ലോക ചരിത്രം ശക്തൻ്റെയാണ്. നമുക്ക് ശക്തി ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ അംഗീകരിക്കും. അല്ലെങ്കിൽ ചുമ്മാ കണ്ടവനും കടിയവനും ഒക്കെ കയറി കടവിറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ചരിത്രം. നോക്ക്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, പിന്നെ ചെങ്കിസ് ഖാൻ മുതൽ ഇങ്ങോട്ട് അടിമ വംശം, ഖിൽജി വംശം, അവൻ ഇവനൊക്കെ കയറി ഭരിച്ചില്ല. We were weak, so they ruled us. We became strong, now nobody is disturbing us. ഏത് നിമിഷവും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണമെങ്കിൽ. സോ നമ്മൾ നിതാന്ത ജാഗ്രതയിൽ നിൽക്കുകയത്. ഇസ്രയേലിന്റെ വളരെ സിമിലർ ആണ് നമ്മുടെയും സ്ഥിതി. ബിക്കോസ് സറൗണ്ടഡ് ബൈ എനിമി ഓൾമോസ്റ്റ് നെയ്ബേഴ്സ് എന്നാണ് അവർ പറയണതെങ്കിലും അവരുടെ ബിഹേവിയർ മുഴുവൻ എനിമി ബിഹേവിയർ ആണല്ലോ. വെദർ യു ടേക്ക് അഫ്ഗാനിസ്ഥാൻ, വെദർ യു ടേക്ക് ബംഗ്ലാദേശ്, വെദർ യു ടേക്ക് പാകിസ്ഥാൻ. അതിൽ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പിച്ചക്കാരൻ ലെവലിലേക്ക് എത്തിയെങ്കിലും നമുക്ക് ഇപ്പോഴും കശ്മീരിൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഇസ്രായേലുമായിട്ട് താരതമ്യം അവിടെ വെച്ച് നിർത്തുക. ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞെടുത്ത് വെച്ച് അതിനപ്പുറത്തേക്ക് താരതമ്യം ചെയ്യരുത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഈ ബഹളം എപ്പോഴും ഉണ്ടല്ലോ. അന്ന് ഹമാസ് അല്ല, ഹമാസിൻ്റെ അച്ഛൻ PLO ആയിരുന്നു. PLOയുടെ പാർട്ടിയാണ് ഫത്ത പാർട്ടിയാണ് വെസ്റ്റ് ബാങ്കിൽ അധികാരം. ഇവിടെ ഗസയിലും ഫത്ത പാർട്ടിയാണ് കയറിയത്. ഫത്തയെ ഉന്തി പുറത്ത് കളഞ്ഞിട്ട് ഹമാസ് കയറി അങ്ങ് ഇരിക്കുകയായിരുന്നു. ഞങ്ങളാണ് ഇവിടെ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് PLO ഉണ്ടായിരുന്നപ്പോൾ ഇതേ ഗസയിൽ PLOയുടെ വെടിയേറ്റ് 14 പേര് മരിച്ചു, ഇസ്രായേലുകാർ. സിവിലിയൻസിനാണ് വെടിവെച്ചത്. ആ വാർത്ത ഇസ്രായേൽ പത്രത്തിൽ വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇസ്രായേലിൽ നിന്ന് ഒരാൾ എനിക്ക് അയച്ചു. ഫ്രണ്ട് പേജിൽ വാർത്തയില്ല. 14 പേര് മരിച്ചിരിക്കുക. നമ്മുടെ ഇവിടെയാണെങ്കിൽ ഒരു വയസ്സായ അമ്മച്ചി കരയുന്ന വലിയ ഫോട്ടോ ഇട്ടായിരിക്കും ഇറങ്ങുന്നത്. 14 പേരെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വിക്ടിം കാർഡ് കളിക്കുന്ന പരിപാടി ഇസ്രായേലിനില്ല. അവർ അകത്തെ പേജിൽ 6-ാം പേജിലോ മറ്റോ ഒരു കോളം വാർത്തയാണ് 14 പേര് മരിച്ചു. ഇവിടെ മാതൃഭൂമി അടക്കം ഫ്രണ്ട് പേജിലാണ് കൊടുത്തത്. ബട്ട് നെക്സ്റ്റ് ഡേ എന്ത് സംഭവിച്ചു? ഇസ്രായേലിൻ്റെ ജീപ്പുകൾ ഗസയിലെ മാർക്കറ്റിലേക്ക് പോകുന്നു. ഓരോ കടയിലും ഓരോ ജീപ്പ് കയറുന്നു, റിവേഴ്സ് എടുക്കുന്നു, അടുത്ത കയറുന്നു, റിവേഴ്സ് എടുക്കുന്നു. മരിച്ചവൻ മരിച്ചു, മരിക്കാത്തവൻ മരിച്ചു. ചുമ്മാ അങ്ങ് ചതക്കിയാണ് ജീപ്പുകൾ കയറും. മിലിറ്ററി ജീപ്പുകൾ ആരെയും വെടിവെക്കുന്നില്ല, ജീപ്പ് കയറ്റിയാണ് കൊന്നത്. നത്തിങ്. അവർ പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്തിട്ട് മിലിറ്ററി ജീപ്പ് മാർക്കറ്റ് ഏരിയയിൽ വരുന്നു. കുറച്ച് ജീപ്പുകൾ വലതുവശത്തും കുറച്ച് ജീപ്പുകൾ ഇടതുവശത്തെ കടകൾ ഇങ്ങനെ അങ്ങോട്ട് കയറി ഇറങ്ങി നശിപ്പിച്ചു. മരിച്ചവർ മരിച്ചു, ജീവിച്ചവർ ജീവിച്ചു, പരിക്ക് പറ്റിയവർ പരിക്കും. ദിസ് ഈസ് ദെയർ റിവെഞ്ച്. ദേ ഡോണ്ട് പബ്ലിസൈസ്. വല്യമ്മ കരയും, ഞാനിനി എന്ത് ചെയ്യും, എല്ലാം നഷ്ടപ്പെട്ടവർ. ഇങ്ങനെയൊക്കെ ഫോട്ടോ വീഡിയോ അത് ഇതൊക്കെ ഇട്ട് കളിക്കുന്ന വിക്ടിം കാർഡ് കളിക്കുന്ന സ്വഭാവമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള കമ്പാരിസൺ ഈ പറഞ്ഞ ജിയോഗ്രാഫിക്കൽ കമ്പാരിസൺ മതി, അതിനപ്പുറത്തേക്ക് പോകരുത്. വി ആർ നോ മാച്ച് ഫോർ ദം. ഒരിക്കലും എന്ന് ഞാൻ പറയില്ല. ഇപ്പം എത്തിയിട്ടില്ല. ഇപ്പം അതിൻ്റെ 4 അയലക്കത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. ഓക്കെ, പക്ഷെ പ്രതീക്ഷയുണ്ട് എന്തെങ്കിലുമൊക്കെ മാറാൻ സാഹചര്യം. ട്രംപും കൂടി ഒന്ന് കയറിക്കഴിഞ്ഞാൽ വരട്ടെ. ഈ പ്രതീക്ഷയുണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ പൊളിറ്റിക്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മൾ അവരുടെ 4 അയൽവക്കത്തില്ല ഒരു കാര്യം ചെയ്യാനായിട്ട്. അത്രയ്ക്ക് എഫിഷ്യൻ്റ്. എവറി സിറ്റിസൺ ഈസ് എ സോൾജിയർ. ഇസ്രായേലിൽ ഹമാസ് പ്രശ്നം തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ 1.5 ലക്ഷം ഇസ്രായേലികൾ ലോകത്ത് പല സ്ഥലത്ത് നിന്ന് ഇസ്രായേലിലേക്ക് പറന്നു. നമ്മളാണെങ്കിൽ ചെയ്യുക. നമ്മളിവിടെ ഒരു ഇന്ത്യ ചൈന ആക്രമണം നടന്നു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ ഓടി ഇന്ത്യയിൽ വരുമോ? ശരി, ഞങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞങ്ങൾ രക്ഷിച്ചോളാം, വെള്ളം ഭക്ഷണമൊക്കെ ഞങ്ങൾ കൊടുത്തോളാം, നിങ്ങൾ ബോർഡറിൽ നോക്കിയാൽ മതി എന്ന് പറയാനായിട്ട് വരില്ല. അത്രയ്ക്കുള്ള നാഷണലിസം ഒന്നും നമുക്കില്ല. ബട്ട് ഇസ്രായേലിന് അതുണ്ട്.
അതുകൊണ്ട് അവർ എല്ലാവരും പുറത്തുള്ള എല്ലാവരും അമേരിക്കയിലെ എയർപോർട്ടിൽ ടെലവീവിലേക്കുള്ള ടിക്കറ്റുമായിട്ട് കാശുള്ള ജൂതന്മാർ നിന്നു. എനിബഡി വാണ്ട് ടു ഫ്ലൈ ടു ടെലവീവ്, ദിസ് ഈസ് ദ ടിക്കറ്റ്. പാസ്പോർട്ട് വാങ്ങിയിട്ട് വരിക, വിസ ഈസ് റെഡി, യു ഗോ ടു ഇസ്രായേൽ. ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ട് ഇസ്രായേലിലേക്ക് പോകാനുള്ളവർ ടൂറിസ്റ്റുകളോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ വി വിൽ പ്രൊട്ടക്റ്റ് യു. ഹമാസിനെ ഞങ്ങൾ നോക്കുന്നുണ്ട്. സ്റ്റിൽ അവിടെ ടെലവീവിൽ പോകാൻ ആൾക്കാർ ധൈര്യപ്പെട്ടു. 100,000 ആൾക്കാരെ അവർ റിക്രൂട്ട് ചെയ്തു. നശിച്ചുപോയ ബിൽഡിങ്ങൊക്കെ രണ്ടാമത് ഉണ്ടാക്കണ്ടേ, 1 lakh. അതിൽ 7,000 മറ്റോ ഇന്ത്യക്കാരുണ്ട്. അവർക്ക് വിസ കൊടുത്തില്ലായിരുന്നു, പിന്നെ കൊടുത്തോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ദിസ് ഈസ് ഇസ്രായേൽ. പക്ഷേ സാർ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മുടെ ഇന്ത്യൻസ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വാറിലും പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, റഷ്യയുടെ വാറിലും പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നോട്ട് വിത്ത് അവർ ഗവൺമെൻറ് സപ്പോർട്ട്. ഈ റഷ്യയിൽ പോയ ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്തു. വാട്ട് വാസ് അവർ റിയാക്ഷൻ? ഞങ്ങൾ പെട്ടെന്ന് വേഗം വരുന്നോളം പറഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് വി ഡിഡ്. സോ വി വെർ നോട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ടൈപ്പിലായിരുന്നില്ല നമ്മുടെ റിയാക്ഷൻ. ദേ ഡിഡ് എ മിസ്റ്റേക്ക് എന്നുള്ളതായിരുന്നു. ദേ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ് എന്നുള്ള രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ബേസിക്കലി നമ്മളും ഇസ്രായേലും തമ്മിൽ ആ ക്യാരക്ടർ ഡിഫറൻസ് ഉണ്ട്. ബട്ട് ഇസ്രായേൽ വാസ് ബോൺ ഔട്ട് ഓഫ് എ വാർ. ജനിച്ച ദിവസം മുതൽ യുദ്ധം ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ. ഭാരതം അങ്ങനെയല്ല, പ്രത്യേകിച്ച് കേരളം ഒട്ടുമല്ല. കേരളം വല്ല യുദ്ധവും കണ്ടിട്ടുണ്ടോ? ഇല്ല. കേരളം തമിഴ്നാടൊക്കെ സുഖമായിട്ട് ജീവിക്കുകയാണ് എയർ കണ്ടീഷൻഡ് അറ്റ്മോസ്ഫിയറിൽ. എക്സ്ട്രീം കാലാവസ്ഥ പോലുമില്ല. നമ്മളുടെ ടെമ്പറേച്ചർ എത്രയാണ്? ഒരു 36, 38 ആയിക്കഴിഞ്ഞാൽ ഇവിടെ നെഞ്ചത്രയും നിലവിളിയാകും. ഞാൻ 50 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവനാണ്. 50 ഡിഗ്രി. ഇവിടെ 38 ചൂട് തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുകയല്ല. ബട്ട് ദ വേ യു ഷൗട്ട്, ദ വേ യു ക്രൈ, ബിക്കോസ് യു ലോസ്റ്റ് യുവർ എയർ കണ്ടീഷൻ. ഇതുപോലെ തണുപ്പ് മൂന്നാറിൽ 4 ഡിഗ്രി. 4 ഡിഗ്രി ഡൽഹിയിൽ സ്ഥിരമായിട്ട് വരാറുണ്ട്. പക്ഷെ നമുക്ക് കേരളത്തിൽ വന്നു കഴിയുമ്പോൾ സോ നമുക്ക് കാലാവസ്ഥ പ്രശ്നം ഉണ്ടായിട്ടില്ല, യുദ്ധം ഫേസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കുറച്ച് ഉരുൾപൊട്ടൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ നമ്മളെ എൻവയൺമെൻറ്റിനെ അങ്ങ് കയറി കടിച്ചപ്പോൾ ആ ഉരുൾ പൊട്ടാൻ തുടങ്ങി, ആന ഇറങ്ങാൻ തുടങ്ങി, കടുവ, പുലി, അവരവിടെ പോകുന്നു. അവർക്കും ജീവിക്കണ്ട്. നമ്മളവരിങ്ങനെ തള്ളി 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 നമ്മൾ ഭൂമി ഇങ്ങനെ വന്നിട്ട് മതിൽ കെട്ടി വേലി കെട്ടി ഇങ്ങനെ പോവുക. നമ്മൾ കുറേ കഴിയുമ്പോൾ അവർക്ക് പോകാൻ സ്ഥലമില്ല, അവരിങ്ങോട്ട് ഇറങ്ങി. ഇതാണ് ഭക്ഷണം കഴിക്കാനാണ് അവർ വരുന്നതല്ല, അത് വേറെ ഒന്നുമല്ല. മനുഷ്യനെ പോലെ സ്ഥലം പിടിച്ചിട്ട് കുറ്റി തറച്ച് കൊട്ടാരം കെട്ടി ജീവിക്കാനല്ല കടുവ വരുന്നത്, വിശന്നിട്ട് വരുന്നതാണ്. ഇതാണ് ആകെ കേരളം കണ്ടിട്ടുള്ള ഒരു ക്രൈസിസ്. അതർവൈസ് വി ആർ കംഫർട്ടബിൾ ആൻഡ് വി ഗോ ഓൺ പോണ്ടിഫിക്കേറ്റ് പീപ്പിൾ. ഇസ്രായേലിൽ അത് ചെയ്തത് ശരിയായില്ല, സിറിയയിൽ ഇങ്ങനെ ചെയ്യാമോ, റഷ്യ എന്താ അങ്ങനെ ചെയ്യാൻ കാര്യം? നമ്മളിവിടെ വളരെ സേഫാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഫോർ us it's a game which is going on. കറക്റ്റാണ് സർ. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫോർച്ചുനേറ്റ് ആണ് അല്ലേ? ശരിക്കും ദൈവം നമ്മളെ ബ്ലെസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലേ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത്. ആൾക്കാർ വലിയ പ്രൊട്ടസ്റ്റ് നടത്താത്തത് എല്ലാവർക്കും ഉള്ളിൽ അറിയാം. ഒരു ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ദൈവാധീനം കൊണ്ട് നടന്നു പോകുന്ന. കാരണം നമ്മൾ പ്രത്യേകിച്ച് പിണറായി വിജയൻ ഭരിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ജില്ലാ കളക്ടറൊക്കെ ജീപ്പിൽ അങ്ങോട്ട് നടക്കുന്നതല്ല, അത് പുള്ളി നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷനോ സംഗതിയോ ഒന്നുമില്ല, നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ വലിയ കുഴപ്പമൊട്ടും ഉണ്ടാകുന്നുമില്ല. അപ്പോൾ പിന്നെ എന്താ ഇതിന് കാരണം? ദൈവാധീനം. ഗോഡ്സ് ഓൺ കൺട്രി. ബ്യൂട്ടിഫുൾ സർ. സർ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മിങ് ബാക്ക് ടു സിറിയ, യുദ്ധം സ്വതവേ എല്ലാ കൺട്രീസും എന്തെങ്കിലും ഈ ഭൂമി മാത്രമല്ല ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തെങ്കിലും റിസോഴ്സ്, അസറ്റ്സ്, എന്തെങ്കിലും സെക്യൂരിറ്റി ഓഫ് കോഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി അല്ലാതെ അവിടെ വേറെ എന്ത് ഇൻട്രസ്റ്റ് എന്ത് പിണ്ണാക്കുണ്ടെന്നാണ് എനിക്കറിയില്ല. അല്ല സർ, അവിടുത്തെ ആ പോർട്ടും ഓയിൽ അവിടുന്ന് ഖത്തറിലേക്കോ എവിടെ ഒരു ഓയിൽ റിസോഴ്സിലേക്കും ഒരു ലിങ്ക് ഉണ്ട്. ഖത്തറിലേക്ക് വെറുതെ കടൽ വഴി പോകാമല്ലോ, സിറിയയിലെ മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനാണ്. അപ്പോൾ ഓയിലിനെ ടാർഗറ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി ഇല്ല എന്നാണ് പറയുന്നത്. സ്വതവേ ആ മിഡിൽ ഈസ്റ്റിൽ നടന്ന എല്ലാ വാറിലും ഓയിൽ സ്ട്രാറ്റജി ഉണ്ട്. അത് ദാറ്റ് ഹാസ് ബീൻ ഓൾറെഡി അഡ്രസ്ഡ് ബൈ US.
ഖത്തറിൽ US എയർബേസ് ഉണ്ട്. ഖത്തറിൻ്റെ ഗ്യാസ് നമ്മൾ വലിയ കൺസ്യൂമറല്ലേ ഖത്തറിൻ്റെ. ദാറ്റ് ഹാസ് ബീൻ ഓൾറെഡി പ്രൊട്ടക്റ്റഡ്. ആർക്കൊക്കെ അതിൽ താല്പര്യമുണ്ടോ അവരെല്ലാം ഖത്തറുമായിട്ട് കരാറും ഇടപെടിയും ഉടമ്പടിയും ഒക്കെ ചെയ്തിട്ട് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. നൗ ഖത്തറിന് വേണ്ടിയിട്ട് ഒരു യുദ്ധം സിറിയയിൽ ചെയ്യാനുണ്ടെന്ന് എനിക്ക് യുദ്ധമില്ലാതെ തന്നെ ഖത്തർ ഈസ് സ്റ്റെബിലൈസ്ഡ്. ഖത്തറിൻ്റെ ആകെ ഒരു പ്രശ്നം അവർ ഈ തീവ്ര ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അടുത്ത കാലത്ത് വലുതായിട്ട് കാണുന്നില്ല. അവരാണ് നമ്മൾ ഈ ഇവരെ ആരാ നമ്മുടെ BJPയുടെ വക്താവുണ്ടായിരുന്നല്ലോ, ഖത്തറാണ് അതിലാദ്യം ഒബ്ജക്ഷൻ എടുത്തത്. സുബേർ അവരുടെ ഒരു TV ഡിബേറ്റിലെ നൂപുർ ശർമ്മ കേസിൽ ആദ്യം റിയാക്ട് ചെയ്തത് ഖത്തറാണ്. ആൻഡ് വി അപ്പോളജൈസ് ടു ഖത്തർ ആൻഡ് നൂപുർ ശർമ്മ വാസ് ത്രോൺ അണ്ടർ ബസ്. ഷീ ഈസ് സ്റ്റിൽ അണ്ടർ ബസ് ഐ തിങ്ക്. now she has come out and even life anyway pote adu that's a certain incidents we cannot explain. It is a mistake, let us accept it's a mistake and then move on. I have every sympathies for Nupur Sharma. She is under perpetual threat. Correct. adu satyamanu. Anyway ee ഖത്തർ ആ രീതിയിൽ സ്റ്റെബിലൈസ് ചെയ്ത ഒരു ഏരിയയാണ് ഖത്തർ, സൗദി അറേബ്യ, UAE എല്ലാം. ആൻഡ് ദൂരം ആലോചിച്ച് നോക്കും. ഖത്തർ എവിടെ കിടക്കുന്നു, സിറിയ എവിടെ കിടക്കുന്നു, അസാമാന്യ ദൂരമാണ്. ഖത്തറിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് സിറിയയിൽ ഒരു യുദ്ധം എന്ന് പറയുന്നതിന് വലിയ ലോജിക്ക് ഞാൻ കാണുന്നില്ല. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഇസ്രയേൽ പറയുന്നത് തന്നെ വിശ്വസിക്കുന്നു ദാറ്റ് അവർ വെപ്പൺസും ഇത് മണിയും എന്താ പറയുക റാഡിക്കൽ എലിമെൻസിന് എത്തിച്ച് അവിടുന്ന് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തതുകൊണ്ട് തന്നെ ആണ് ഈ യുദ്ധം അവർ തുടങ്ങി വെച്ചത്. വാസ്തവം ഞാൻ പറയട്ടെ, ആർക്കും ഇതിൻ്റെ ഡൈനാമിക്സ് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ കയറി വന്ന ഈ റിബൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, എന്താ HTS, അവർക്ക് ഈ ടാങ്കും ആയുധമൊക്കെ കൊടുത്തത് ആരാണ്? അവർക്ക് പ്രത്യേകിച്ച് ഫാക്ടറി ഒന്നുമില്ലല്ലോ. US ആൻഡ് ടർക്കി അല്ലേ? എന്തിനു കൊടുത്തു? റഷ്യനെ അവിടുന്ന് ഓടിക്കാൻ. റഷ്യ അവിടുന്ന് ഇപ്പോഴും ഓടിക്കുന്നില്ലേ? HTS പറഞ്ഞ ഈ റഷ്യയെ ഞങ്ങൾ തൊടില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അവർ വിട്ടു സ്ഥലം. 9 പോസ്റ്റ്സ് ഇസ്രയേലിനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിട്ടു. അതിൻ്റെ ദേ നീഡ് അവർക്കൊരു ഈ വാം വാട്ടർ പോർട്ട് എന്ന് പറയില്ല, അതാണ് അവരുടെ താല്പര്യം. അപ്പോൾ അത് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ റഷ്യക്ക് ദോഷമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവർ ഇസ്രായേലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അത് നോക്കിക്കോളും. ഇപ്പോൾ എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് ഇതുവരെ വെളിവായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഹിഡൻ മാസ്റ്റർ മൈൻഡ് പക്ഷെ എവിടെയെങ്കിലും ഉണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇവിടെ ഒരു ടേക്ക് ഓവറിന് റീസൺ തന്നെ സാറിന് ലോജിക് തന്നെ തോന്നുന്നില്ല. രണ്ട് വലിയ ശക്തികളാണ് റഷ്യയും ഇറാനും. അവരെന്തിന് ഈ HTSന് ശരിയാവും വന്നോട്ടെ, എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ ആളാണ്. ഇനി US ആണ് HTSനെ സഹായിക്കുന്നെങ്കിൽ എന്തിനു സഹായിക്കണം? ബൈഡൻ ഹിസ്റ്റോറിക് എന്നും പറഞ്ഞു, ട്രംപ് പറഞ്ഞു ഞാൻ ആ ഭാഗത്തേക്ക് നോക്കൂല. ട്രംപ് പറഞ്ഞതാണ് നല്ല പോളിസി എന്ന് എനിക്ക് തോന്നുന്നു. ട്രംപ് പറഞ്ഞു ആരുമായിട്ട് വേണമെങ്കിലും യുദ്ധം ചെയ്തിട്ട് ഇറ്റ് ഈസ് നോട്ട് അവർ വാർ, ഞങ്ങളില്ല, ആരാണെന്ന് വെച്ചാൽ തമ്മിൽ തല്ലിച്ചാവും. വാസ്തവം പറഞ്ഞാൽ ആ പ്രദേശം മൊത്തം ഉണ്ടല്ലോ. ഇപ്പോൾ ജോർഡാനാണ് കുറേ കാലമായിട്ട് വളരെ ശാന്തമായിട്ട്, കാരണം ജോർഡാൻ രാജാവ് പറഞ്ഞു എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, ഡോൺ ഡിസ്റ്റർബ് എന്ന് ജോർഡാൻ്റെ അതിർത്തിയിൽ പുള്ളി എഴുതി വെച്ചു. ഞാനൊന്നിനുമില്ല, എന്നെ ഉപദ്രവിക്കരുത്. ജോർഡനെ പറ്റിയിട്ട് അങ്ങനെ റിപ്പോർട്ട്സ് വരാറുണ്ട്. ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് അവർ. ജോർഡന്റെ പുറത്തുകൂടെ അല്ലേ ഇസ്രായേൽ മിസൈൽ അയച്ചത് ഇറാനിലേക്ക്. സ്റ്റിൽ ജോർഡൻ ഡിഡ്ന്റ് ഡു എനിത്തിങ്. അവർ രക്ഷയും വേണ്ടിയില്ല. എന്തൊരു തൊലിക്കട്ടി. അവിടെയാണെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല, മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്തില്ല മുസ്ലിം കൺട്രി ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇങ്ങനെ മൂപ്പര് സപ്പോർട്ട് മാനേജ് ചെയ്തു. അത് മൂപ്പരുടെ ഇൻഡിപെൻഡന്റ് പൊസിഷൻ എടുക്കാം. ഇതെല്ലാം ഈ റീഇൻവെന്റിങ് ദ വീൽ എന്ന് പറഞ്ഞു ഇതെല്ലാവരും ഒരിക്കൽ ചെയ്തു കഴിഞ്ഞതാണ് ഇസ്രായേലുമായിട്ട്. ഇസ്രായേലിനെ പൂട്ടിക്കെട്ടിക്കളയാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ 1967 കൂടിയതല്ലേ. അതിൽ സൗദി അറേബ്യയുണ്ട്, സിറിയയുണ്ട്, ലെബനനുണ്ട്, ടർക്കിയുണ്ട്, ജോർഡാനുണ്ട്, എല്ലാവരും കൂടി അവസാനം എന്തായി?
ഇസ്രായേലിൻ്റെ സ്ഥലം 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഒറ്റയ്ക്ക് അവർ ഫൈറ്റ് ചെയ്തു. അപ്പം അന്ന് എല്ലാവർക്കും മനസ്സിലായി ഇതിനുമായിട്ട് വഴക്കിട്ടാൽ മുതലാവില്ല. ഓരോരുത്തരായിട്ട് പിന്മാറി. ഈജിപ്റ്റ് ഇപ്പോൾ വഴക്കിനില്ല, ജോർഡാൻ വഴക്കിനില്ല. സിറിയ വഴക്കിനുണ്ടോ എന്ന് ചോദിച്ചാൽ സിറിയയ്ക്ക് അകത്തെ വഴക്ക് കഴിഞ്ഞിട്ട് വേണ്ടേ ഇസ്രായേലിന് വേണ്ടി വഴക്കുണ്ടാക്കി. ആ അവസ്ഥ. ലെബനനും വഴക്കിനില്ല. പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ഹമാസ്, പുറത്ത് നിന്ന് ഹിസ്ബുള്ള, ഹൂത്തി, ഇതുപോലത്തെ റൗഡികളുടെ ഓപ്പറേഷനാണ് നടക്കുന്നത്. സോ ദേ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇഫ് യു പ്ലേ വിത്ത് ഇസ്രായേൽ. ആൻഡ് ആഫ്റ്റർ ആൾ ബെറ്റർ ഒരു ദിവസം ഓരോരുത്തരായിട്ട് ഇസ്രായേലിനെ അംഗീകരിച്ചു വരുന്നു. സൗദിയുമായിട്ട് കരാറായി, UAE-യുമായിട്ട് കരാറായി. സോ എവറിത്തിങ് വാസ് ഗോയിങ് സ്മൂത്ത്ലി. അപ്പോഴാണ് ഹമാസിനെ പ്രാന്ത് കയറിയിട്ട് ഈ വഷളത്തിൽ ഒപ്പിച്ചത്. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ സിറിയയിൽ ആർക്കാണ് യഥാർത്ഥ താല്പര്യം എന്നുള്ളത് അറിയാൻ ഒരുപക്ഷെ കുറച്ച് ദിവസം കൂടെ എടുക്കും. അപ്പോൾ ഈ കലങ്ങിയ വെള്ളം ഒന്ന് തെളിയണ വരെ വെയിറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡ് ഓൺ സിറിയ. താങ്ക് യു സർ.